ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 57-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഏറെ വർഷങ്ങൾക്ക് മുൻപ് സ്കോട്ട്ലൻഡിൽ ഒരമ്മയും മകനും താമസിച്ചിരുന്നു. ഭക്തയായ അമ്മ മകൻ്റെ ബാല്യത്തിൽ അവനെ ധാരാളം സങ്കീർത്തനങ്ങളും ഗീതങ്ങളും വചനങ്ങളും ഒക്കെ അഭ്യസിപ്പിച്ചു. അവൻ്റെ യൗവനത്തിൽ സ്വദേശം വിട്ട് അന്യനാടുകളിൽ അവൻ സഞ്ചരിക്കേണ്ടി വന്നു. അവൻ്റെ സഞ്ചാരത്തിൽ തുർക്കികൾ അവനെ അടിമയായി പിടിച്ചു. സമുദ്രതീരത്തുള്ള ഒരു തടവിൽ അവനെ പാർപ്പിച്ചു. അവൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്നതായ സങ്കീർത്തനങ്ങൾ ഒന്നും തന്നെ അവൻ മറന്നിരുന്നില്ല. അവൻ്റെ ഏകാന്തതയിൽ അന്യദേശത്തെ ജാതികൾ കേൾക്കെ അവൻ പാട്ടുപാടുകയും ദൈവത്തിൻ്റെ വചനം ഉറക്കെ പറയുകയും ചെയ്യുക അവൻ്റെ പതിവായിരുന്നു. ഒരു രാത്രിയിൽ അവൻ പതിവ് പോലെ പാടിക്കൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ആ വഴി കടന്നുപോയി. കടൽ ശാന്തമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ യാത്രക്കാർ ഈ സംഗീതം കേട്ടു. തങ്ങളുടെ നാട്ടുകാരിൽ ഒരാളുടെ ശബ്ദമാണെന്ന് അവർക്ക് മനസ്സിലായി. വളരെ വേഗം ഒരു ബോട്ടിൽ ആയുധധാരികളായ കുറേ പേർ കരയ്ക്കിറങ്ങി. ബന്ധനസ്ഥനായ യുവാവിനെ അവർ സ്വതന്ത്രനാക്കി. തൻ്റെ പാട്ടിൽ കൂടെ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ സ്വഭവനത്തിലേക്ക് അവൻ പോയി. പ്രിയമുള്ളവരെ, കഥയിലെ ഈ ചെറുപ്പക്കാരൻ സങ്കീർത്തനങ്ങളും വേദപുസ്തക വാക്യങ്ങളും ഗീതങ്ങളും ഒക്കെ പഠിച്ചതുപോലെ പ്രതികൂല നിമിഷങ്ങളിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പറയുവാൻ സാധിക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തെ നാം എല്ലായ്പ്പോഴും ഹൃദയസ്ഥമാക്കണം. പ്രതികൂലങ്ങളിലും നിരാശയിലും പോരാട്ടങ്ങളിലും കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും തളർന്നു പോകാതെ സധൈര്യം നിൽക്കുവാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എഴുതപ്പെട്ട വചനങ്ങൾ അത് ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നു എന്ന് ഇന്നത്തെ ചിന്തയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം. ജീവിതത്തിൻ്റെ ഏത് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവവചനം മുറുകെ പിടിക്കുവാനും ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ അതിനെയൊക്കെ സധൈര്യം നേരിടുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.